1, 2, 3. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം 2-3 വർഷമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ലോങ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ 3 വർഷമായിട്ട് നമ്മളൊരു വീടിന്റെ പണി ചെയ്യുകയായിരുന്നു. നമ്മളൊരു കിളിക്കൂട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? കിളിക്കൂടിന്റെ പണി. അപ്പം ഒരുവിധം കിളിക്കൂടിന്റെ പണി ഇപ്പൊ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷമായ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോ വന്നത് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞല്ലോ 3 വർഷമായി വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പണി ഒരുവിധം അങ്ങ് തീർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കടമ എന്താണ്? പാല് കാച്ച്. ഓക്കെ, അപ്പൊ പാല് കാച്ചിന്റെ ഡേറ്റ് നമ്മൾ ഇന്നലെ പോയി എടുത്തായിരുന്നു. അപ്പൊ നമ്മൾ ആരെയും കൂടി വിളിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങളടുത്തൂടെ ആദ്യം പറയണം എന്നാണ് വിചാരിച്ചത്. അപ്പം ഇത് ഫെബ്രുവരി ഇന്നത്തെ തീയതി ഇന്ന് ഫെബ്രുവരി 12 അപ്പം ഫെബ്രുവരി 22 തീയതിയാണ് നമ്മുടെ വീടിന്റെ പാല് കാച്ചല്. അപ്പം അത് നിങ്ങളടുത്ത് എല്ലായിടത്തും നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് കേട്ടോ. മാത്രമല്ല 22 തീയതി പാല് കാച്ചും, 20 തീയതി വീടിന്റെ പൂജയും ചടങ്ങലാണ്. പക്ഷെ ഗണപതി ഹോമം, തറേഷി അങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് വീഡിയോയിൽ വന്നത്. അപ്പൊ നമ്മളെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഒരു കാര്യം വെച്ച് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മള് കിളിക്കൂട് എപ്പോഴും നമ്മുടെ വീടിനെ പറയുന്നത്, നമ്മള് വീട് വെക്കുന്ന വീട്. പക്ഷേ അല്ല, അത് നമ്മുടെ വീടിന്റെ പേരാണെന്നാണ് കുറച്ചധികം വിചാരിച്ചിരിക്കുന്നത്. കിളിക്കൂടല്ല വീടിന്റെ പേര്. നമ്മള് ഇഷ്ടപ്പെട്ടങ്ങനെ കിളി കൂട് വെക്കുന്ന പോലെ വെച്ചത് കൊണ്ട് നമ്മൾ പറഞ്ഞ പേരാണ് കിളിക്കൂടുന്നത്. അപ്പൊ അതിന്റെ പേര് മാറ്റി നമ്മൾ വീടിന്റെ പേരും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഈ വീഡിയോക്കകത്ത് കാണിക്കും കേട്ടോ. അപ്പം വീഡിയോ ഫുള്ള് കാണണം. അപ്പൊ നമുക്ക് വീടിന്റെ ഫോട്ടോസും വീഡിയോസും കാണാം, ലൊക്കേഷൻ കാണാം, അത് കഴിഞ്ഞിട്ട് വീടിന്റെ പേര് കാണാം. അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് വന്നത്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മുടെ വീട് കണ്ടിട്ട് എങ്ങനെയുണ്ട്, വീടിന്റെ പേര് എങ്ങനെയുണ്ട്, നമ്മൾ ആ ചെയ്തതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം എല്ലാവരും. നമ്മളൊരു സിംഗിൾ നിലയാണ് നമ്മൾ പണിതത്, ഒറ്റ നില അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായിട്ട് പണിതത്. ഒരു 1800 സ്ക്വയർ ഫീറ്റിനടുത്താണ് വീട് ഉള്ളത്. കാരണം നമ്മളെ അത്രയും ഫണ്ട് ഒരുമിച്ചില്ലാത്തത് കൊണ്ട് തന്നെ 3 വർഷം എടുത്തു വീടൊന്ന് ഫിനിഷായി വരാൻ വേണ്ടി. അപ്പം പിന്നെ ആ വീടിന്റെ ഓരോരോ ഭാഗവും നമ്മൾ അത്രയും നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളുടെ ഇഷ്ടങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്കാണ് വെച്ചത്. കാണുന്ന നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമായിരിക്കും എന്നാണ് വിശ്വാസം അല്ലേ? പിന്നെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ലോങ് വീഡിയോസ് നമ്മൾ ചാനൽ ഇടാറില്ല. അപ്പം വീട്ടിലോട്ട് കയറി പാലാച്ച കഴിഞ്ഞ് കയറുമ്പോ നമ്മൾ ഇങ്ങനെ ലോങ് വീഡിയോസ് ഫോക്കസ് ചെയ്യണം. കാരണം കുറച്ച് ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പം ലോങ് വീഡിയോസിൽ ഫോക്കസ് ചെയ്താലേ നമ്മളെ കൊണ്ട് അതെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പം വീട്ടിൽ കയറുന്നത് നമ്മുടെ ഹോം ടൂർ അതൊക്കെ ഞങ്ങൾ ഇനി ഇടുന്നതായിരിക്കും. പാലാച്ചിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും, പൂജ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാ വീഡിയോസും ഇനി മെല്ലെ മെല്ലെ ചാനൽ ഇട്ട് തുടങ്ങണം അല്ലേ? അതെ. അപ്പൊ പിന്നെ എന്തൊക്കെ പറയാനുണ്ട്? ഇപ്പൊ ഞങ്ങൾ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശേഷം, നമ്മുടെ സന്തോഷവാർത്ത നിങ്ങളെയും കൂടെ ഫസ്റ്റ് അറിയിക്കണം. അപ്പൊ ഒന്നും കൂടെ പറയാം, ഈ മാസം ഫെബ്രുവരി 22 തീയതിയാണ് നമ്മളെ വീടിന്റെ പാല് കാച്ച്. നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മളെ വീടിന്റെ പാല് കാച്ചിന് വരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മള് നമ്പര് താഴെ കൊടുത്തേക്കാം. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പാരിപ്പള്ളിയാണ്. ട്രിവാൻഡ്രത്ത് പാരിപ്പള്ളിയിലാണ് അല്ലെ? ട്രിവാൻഡ്രത്തിനും കൊല്ലത്തിനും ഇടയ്ക്കാണ് പാരിപ്പള്ളി. ഓക്കെ, പാരിപ്പള്ളിയിൽ വന്നിട്ട് അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ലൊക്കേഷൻ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ എന്തെങ്കിലും പറയാണ്ട? പിന്നെന്താ, അപ്പൊ പിന്നെ പേര് ഞാൻ പേര് കണ്ടിട്ട് നിങ്ങൾ ഗസ് ചെയ്യണം എന്തുകൊണ്ടാണ് ആ പേരിട്ടത്, അല്ലെങ്കിൽ ആ പേര് ആരുടെ പേരാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ഗസ്. അത് ഞാൻ പറഞ്ഞു, എന്റെ ഗേൾ ഫ്രണ്ടിന്റെ നെയിം ആണെന്നൊക്കെ. നന്ദുവിന്റെ പേര് നന്ദന എന്നാണ്, എന്റെ പേര് അംജിത് എന്നാണ്. നമ്മൾ രണ്ടുപേരെയും പേരല്ല നമ്മൾ വീടിന്റെ പേരിട്ടേക്കുന്നത്. എന്നാൽ അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന ഗസ് ചെയ്തോ, നിങ്ങള് കമന്റ് ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ ഫുള്ള് കാണുക. നമ്മുടെ ലൊക്കേഷനും വീഡിയോ എല്ലാം കാണുന്നതായിരിക്കും, വീടിന്റെ പേര് കാണുന്നതായിരിക്കും. നമ്മളെ ചാനൽ ഫോക്കസ് ചെയ്തോ. ഇനി വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വ്ലോഗ്സും എല്ലാം വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടങ്ങൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ള് വീഡിയോ കണ്ടു. അപ്പം ഇതാണ് നമ്മുടെ കിളിക്കൂട്. നമ്മൾ 2-3 കൊല്ലം കൊണ്ട് കാക്ക ഇങ്ങനെ കൂടി വെക്കുന്ന പോലെ കൂട് കൂട്ടി വെച്ച് നമ്മുടെ സ്വന്തം കിളിക്കൂട്. ഇവിടുത്തെ പണിയെല്ലാം നമുക്ക് ഒരുവിധം കഴിഞ്ഞു കേട്ടോ, ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും വൃത്തിയാക്കിയിട്ടില്ല, ചെറിയ ചെറിയ പണികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ പാലാഴ്ച ഞാൻ പറഞ്ഞല്ലോ 22 ആണ്. അപ്പം അതിനുള്ളിൽ എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി കഴുകണം. എന്നാലും 1-2 ദിവസം പണിയോടെ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീട് കണ്ടോ, അത്യാവശ്യം നമ്മള് 10 സെന്റ് വസ്തുവിന് വസ്തു വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ഒതുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒരു ചെറിയൊരു മുറ്റമുണ്ട്, ബേക്കിലോട്ട് പിന്നെ അത്രയും സ്ഥലമൊന്നുമില്ല.
ഇത് നമ്മുടെ കിണറാണ്. അത് മറ്റേ ഉരുളിയുടെ ഭരണിയോ ഉരുളിയോ എന്തോ അതിന് ഷേപ്പിലേക്കാണ് മേശിരി പണിത് തന്നേക്കുന്നത്. അത്യാവശ്യം ചെയ്തതെല്ലാം നല്ല വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ തറയൊക്കെ വൃത്തിയാക്കാനുണ്ട്. പിന്നെ ഇതൊരു ഊഞ്ഞാലാണ് കേട്ടോ. ഈ ഊഞ്ഞാല് മറ്റേ ബാംഗ്ലൂർ സ്റ്റോണാണ് പണിതത്. അത് നമുക്ക് ഇവിടെ നിന്ന് പണിതല്ല, കൊല്ലത്ത് നിന്ന് പണിതിട്ട് കൊണ്ട് ഫിറ്റ് ചെയ്ത് തന്നെയാണ്. നമ്മളെ സിറ്റ് ഔട്ടാണിത്. ഒരുവിധം അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കരിമ്പാലൂരാണ്. പാരിപ്പള്ളിയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലാണ് കരിമ്പാലൂര്. അത്യാവശ്യം വണ്ടിയൊക്കെ പോണ ഒരു ഫ്രണ്ടേജ് ആണ് കേട്ടോ. നല്ല സൈറ്റ് ആണ്. അപ്പൊ നന്ദു നമ്മളെ വീടിന്റെ പേര് മറച്ച് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചുമ്മാ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലെ വൈകിട്ട് നെയിം ബോർഡ് വെച്ചായിരുന്നു. ഞാൻ 1, 2, 3 ഒക്കെ പറഞ്ഞിട്ട് അത് റിവീൽ ചെയ്യുകയാണ്. നമ്മുടെ വീടിന്റെ പേര് രേവതി എന്നാണ്. അപ്പൊ എല്ലാവരും ചോദ്യം വരും, നന്ദുവിന്റെ പേരും അല്ല, എന്റെ പേരും അല്ല, വേറൊന്നുമല്ല, രേവതി. ഇത് മറ്റൊന്നുമല്ല കേട്ടോ, നന്ദുവിന്റെ നാളാണ് കേട്ടോ. നന്ദുവിന്റെ നാള് വെക്കണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ ഞാൻ വെച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ഗേറ്റ് ഇതാണ് നമ്മളെ ഫ്രണ്ട് റോഡ്. ഇത് നമുക്ക് നേരെ പോയാൽ പാരിപ്പള്ളിയിൽ പോവാം, മീനമ്പലത്ത് പോവാം, ഇലവോണി പോവാം. അത്യാവശ്യം നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് പടിപ്പുര ഡോറാണ്. വീട് വെക്കുമ്പോൾ പടിപ്പുര വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പേര് വെച്ചതാണ്. ഇതാണ് നമ്മളെ ഫ്രണ്ടിലുള്ള വ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ പിന്നെയും കരുതുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട് ഇട്ടേക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. 3 ഗ്രാം സൈസാണ്. അത്യാവശ്യം പണി വൃത്തിയാക്കാനൊക്കെ കൊണ്ടുപോകണം. സൈഡിൽ മൊത്തം ഓരോന്ന് കിടക്കുകയാണ്. പാലാച്ച അടുപ്പിച്ച് വൃത്തിയാക്കണം. ഫ്രണ്ടേജ് കുറച്ചോളം ഇന്റർലോക്ക് ഫ്രണ്ട് വരെ ഇട്ടിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് ഏറ്റവും ഫ്രണ്ടിലായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അങ്ങനെ മിക്സ് ആക്കി ഇട്ടേക്കുന്നത്. പഴയ കാലത്ത് ഒരു 4 കെട്ട് മോളെ പ്ലാൻ ചെയ്തത് ഞാൻ. അതെനിക്ക് വന്നോ എന്തോ, നമ്മുടെ രീതിക്കുള്ളൊരു 4 കെട്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മളെ പാലാച്ച് ഡേറ്റ് എല്ലാവരും ഓർത്തു വെച്ചു. ഫെബ്രുവരി 22-ാം തീയതിയാണ്. അപ്പൊ എല്ലാവരും വരണം.